വർഷം 1997 ഫ്രാൻസും ബ്രസീലും തമ്മിൽ ഒരു ഫ്രണ്ട്ലി പോരാട്ടം നടക്കുന്നു. ബ്രസീലിന്റെ സൂപ്പർ സ്ട്രൈക്കറായ റൊണാൾഡോ നസാരിയെ ഫൗൾ വെച്ചതിനെ തുടർന്ന് 30 വാര അകലിൽ നിന്നും ഫ്രീ കിക്ക് ലഭിക്കുന്നു. ഈ ഫ്രീ കിക്ക് എടുക്കാൻ ബ്രസീൽ ടീമിൽ ഇനി ആര് എന്ന ചോദ്യം ബ്രസീലിന്റെ ഫാൻസുകാർക്കിടയിലും അന്നത്തെ കമന്ററി ബോക്സിനിടയിലും ഫ്രാൻസിന്റെ കളിക്കാർക്കിടയിലും ഒരു നിശബ്ദത ഉണ്ടായി. അതെ, അവസാനം ആ നിശബ്ദതയ്ക്ക് വിലാപമിട്ടുകൊണ്ട് ബ്രസീലിന്റെ ഡിഫൻഡറായ ഒരു കളിക്കാരൻ മുന്നോട്ട് കടന്നു വരുന്നു. ഏകദേശം 5.6 അടിയോളം ഉയരം വരും. ഫ്രാൻസിന്റെ ഗോൾ കീപ്പറായ ഫാബിയോനെയും അവിടുത്തെ ഡിഫൻഡർമാരായ എല്ലാവരും പന്തിലേക്ക് ഉറ്റുനോക്കുന്നു. ഈ ബോൾ എങ്ങനെയായിരിക്കും ഇദ്ദേഹം അടിക്കുക എന്നതിൽ ആർക്കും തന്നെ ഒരു ഐഡിയ ഉണ്ടായില്ല. ഒരുപക്ഷെ റെഫറിയുടെ വിസിലിന് ശേഷം പിന്നെ ആ പന്ത് കണ്ടത് ഗോൾ പോസ്റ്റിന്റെ മൂലയിലായിരുന്നു. അതെ, ഒരു ബുള്ളറ്റ് ഷോട്ട് പുറപ്പെടുവിക്കുന്നു. ഫാബിയോനയുടെയും ഡിഫൻഡർമാരുടെയും കൺവെട്ടത്തു കൂടെ ഒരു ബനാന കിക്ക് വളഞ്ഞുകൊണ്ട് മയവിൽ ആകൃതിയിൽ പോസ്റ്റിന്റെ മൂലയിലേക്ക്. ഒരുപക്ഷെ ലോകത്ത് ഫുട്ബോൾ ശാസ്ത്രം ഇന്നും ആ ഒരു ഫ്രീ കിക്കിന്റെ ഉറവിടം വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം അതിനൊരു തെളിവുമില്ല എന്നതാണ് സത്യം. 30 വാര അകലെ നിന്നും ഇങ്ങനെ ഒരു ഫ്രീ കിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വെറും ഒരു മനുഷ്യനല്ല, ഒരു അസുര ജന്മം തന്നെയാണ്. യെസ്, റോബർട്ടോ കാർലോസ്, ദ ബുള്ളറ്റ് മാൻ ഓഫ് ബ്രസീലിയൻ ലെഫ്റ്റ് ബാക്ക്. ഏതൊരു സ്ട്രൈക്കർമാരും ഭയപ്പെടുന്ന ഒരു ബാക്കായിരുന്നു റോബർട്ടോ കാർലോസ്. ഒരുപക്ഷെ റോബർട്ടോ കാർലോസിനെ പറ്റി പറയുമ്പോൾ ഒരു കുഞ്ഞു കാർലോസിനെ ആർക്കും മറക്കാൻ സാധിക്കില്ല. തൻ്റെ കഴിഞ്ഞ കാലം പട്ടിണി പരിവട്ടത്തിൽ നിന്നും ബ്രസീലിൻ്റെ ഓരോരോ താരങ്ങളും വന്നത് ഫുട്ബോളിൻ്റെ മാതൃകയിലാണ്. അത് റോബർട്ടോ കാർലോസും അങ്ങനെ തന്നെയായിരുന്നു. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് തൻ്റെ ചെലവുകളെല്ലാം അടക്കി പിടിക്കാൻ തെരുവ് ഫുട്ബോൾ തട്ടിയിട്ടായിരുന്നു അദ്ദേഹം വളർന്നിരുന്നത്. ചെറുപ്പത്തിൽ സ്കൂളിൽ പോകണമെങ്കിലും താൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു. ചെറിയ ഫുട്ബോൾ ടൂർണമെന്റുകളെല്ലാം കളിച്ചു കിട്ടുന്ന കാശ് കൊണ്ടായിരുന്നു അദ്ദേഹം സ്കൂളിലെ ഫീസ് പോലും അടച്ചിരുന്നത്. വിധിയെ തോൽപ്പിച്ചുകൊണ്ട് റോബർട്ടോ കാർലോസ് എന്ന ആ നാമീകരണം ബ്രസീലിന്റെയും റയൽ മാഡ്രിഡിന്റെയും ഇന്റർ മിലാന്റെയും തട്ടകത്തിൽ ഉയരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു വികാരമേ ഉള്ളൂ: ഫുട്ബോൾ. യെസ്, അതെ, മഞ്ഞക്കുപ്പായത്തിൽ ഇറങ്ങിയാൽ എതിരാളികളൊന്ന് ഭയന്നു പോകും. ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ബാക്കിൽ നിന്നും ഒരാൾ അത്ഭുത സൃഷ്ടികൾ കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരേ ഒരു നാമീകരണമേ ഉള്ളൂ. യെസ്, റോബർട്ടോ കാർലോസ്, ദ ജീനിയസ് ലെഫ്റ്റ് ബാക്ക്. കാർലോസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പന്താണ്ട് കിട്ടിയാൽ പിന്നെ ഒരു പോക്കുണ്ട് റോബർട്ടോ കാർലോസിന്റെ. ഏതൊരു എതിര് വരുന്ന ആരായാലും എല്ലാവരും തള്ളി നീക്കിയിട്ടൊരു പോക്കുണ്ട്. ആ പോക്കണ്ട് കഴിഞ്ഞാൽ ബോക്സിന്റെ മുമ്പിലെത്തുമ്പോഴത്തേനും ഒരു ഷോട്ടാണ്ട് കൊടുക്കാണ്ട് ആ ഒരു ഷോട്ട് കിട്ടിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഏതൊരു ഗോളിയാണെങ്കിലും ഒന്ന് പതച്ചു പോകും. ബോക്സിന്റെ പുറത്തുനിന്നൊക്കെ റോബർട്ടോ കാർലോസിന്റെ കൈക്കിൽ പന്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആരും ഒന്ന് പകച്ചു പോകും. കാരണം അമ്മാതിരി ഷോട്ടേക്കാലം വരില്ല റോബർട്ടോ കാർലോസിന്റെ കാലിൽ നിന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഷോട്ടിന്റെ പവർ എന്ന് പറയുന്നത് 90 മീറ്റർ പെർ ഹവറാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്തായാലും ഇപ്പോൾ ഒരു വെടിയുണ്ട മാതിരിയൊക്കെ റോബർട്ടോ കാർലോസിന്റെ കാലിൽ നിന്നൊരു പന്ത് പോവാന്നൊക്കെ പറഞ്ഞാൽ. ഇനിയിപ്പോൾ റയലിനാവട്ടെ, ഇന്റർ മിലാനാവട്ടെ, ബ്രസീലിനാവട്ടെ, എവിടുന്നായാലും ഫ്രീ കിക്ക് കിട്ടിയ ആരും ഒന്ന് ഭയന്നു പോകും. കാരണം റോബർട്ടോ കാർലോസ് അത് എടുക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഗോൾ കീപ്പർമാർക്ക് പോലും ഒരു പേടിയേക്കാലം. പന്തുമൊക്കെ നോക്കിയാൽ പിന്നെ റഫറിന്റെ വിസിൽ മുഴങ്ങി ആ ബോൾ കിടക്കുന്നത് ഒന്നെങ്കിൽ പോസ്റ്റിലേക്കാലും അല്ലെങ്കിൽ പോസ്റ്റിനെ തൊട്ടുരുമിക്കൊണ്ട് ചിലപ്പോൾ പുറത്തേക്ക് പോയി വരും. അതിനൊക്കെ സാധ്യത എത്രയോ അധികം കുറവായിരിക്കും. റോബർട്ടോ കാർലോസ് എന്ന് പറയുന്ന ആ ഒരു ബുള്ളറ്റ് മാൻ്റെ പവർ എന്ന് പറയുന്നത് ഇതാണ്. ട്രാക്കിൽ വേൾഡിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓടുന്ന ആൾക്കാരെ വരെ റോബർട്ടോ കാർലോസിന്റെ ഒപ്പമാണെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്താം. കാരണം അദ്ദേഹത്തിന് 100 മീറ്റർ പിന്നിടാൻ വെറും 10.8 സെക്കൻഡ് മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് പറയുന്നത്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ലോക ഫുട്ബോളിൽ തന്നെ കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അദ്ദേഹത്തിന്റെ ഫ്രീ കിക്കുകൾ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബനാന ഷോട്ടുകൾ ഇന്നും തന്നെ ശാസ്ത്രത്തിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇങ്ങനെയൊക്കെ ഒരു പന്ത് വളക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് സാധ്യത, അല്ലെങ്കിൽ എന്തായിരിക്കും അതിനുള്ള ഒരു കഴിവ് എന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ റോബർട്ടോ കാർലോസിനോട് ഒരിക്കലും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, റോബർട്ടോ കാർലോസ് എത്രമാത്രം കരുത്തുറ്റ ഒരു ലെഫ്റ്റ് ബാക്ക് ആണ് എന്നുള്ളതിൽ. അതേ, പട്ടിണിയുടെ പരിവട്ടത്തിൽ നിന്നും ലോക ഫുട്ബോളിന്റെ ബുള്ളറ്റ് മാനായി അറിയപ്പെടാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി ഫുട്ബോളായിരുന്നു. കാർലോസിന് മറ്റുള്ള താരങ്ങളിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ, കാർലോസ് എന്ന് പറയുന്ന കളിക്കാരൻ തൻ്റെ ടീമിനോട് വളരെയധികം കൂറ് പുലർത്തുന്ന കളിക്കാരനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ISL ഇന്ത്യൻ സൂപ്പർ ലീഗ് നമുക്കറിയാം, ഡൽഹി ഡൈനാമോൺസിന്റെ കോച്ചായിക്കൊണ്ട് ഹെഡ് കോച്ചായിക്കൊണ്ടാണ് റോബർട്ടോ കാർലോസ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിയ തൻ്റെ ടീം 2-0 തോറ്റിരിക്കെ 75-ാം മിനിറ്റിൽ ഹാഫ് ടൈമിന്റെ ശേഷം
വരെ റോബോട്ടോ കാർലോസ് കളത്തിലിറങ്ങിയിട്ട് ഫ്രീ കിക്ക് വരെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണ് പറയുന്നത്, എത്ര തോറ്റു നിന്നാലും തൻ്റെ ടീമിനെ കൈവിടാത്ത ഒരാളായിരുന്നു റോബോട്ടോ കാർലോസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ അന്നത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാർ പോലും ഭയമെന്നുള്ള ആ ഒരു സ്വപ്നം ഉള്ളിൽ കൊണ്ടു നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ റോബോട്ടോ കാർലോസ് ആയിരിക്കും. എല്ലാം ഓടി വന്ന ശേഷം പിന്നെ പന്ത് എടുക്കുന്നത് ആർക്കും തന്നെ കാണാൻ കഴിയില്ല. ഗോളി പോലും നോക്കുന്നത് ഗോൾ പോസ്റ്റിൻ്റെ മൂലയിലേക്കായിരിക്കും. യെസ്, ദ റിയൽ ബുള്ളറ്റ് മാൻ ഓഫ് ഫുട്ബോൾ, റോബോട്ടോ കാർലോസ്.